കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിക്കുന്നു. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ സഹായത്തോടെയാണ് പ്രവർത്തനം. മെഡിക്കൽ കോളേജ് EMS ചാരിറ്റബിൾ ട്രസ്റ്റ് വോളണ്ടിയർമാരും പങ്കെടുക്കുന്നുണ്ട്. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ദ്രുതഗതിയിലുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നത്. AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുമ്പ് കാഷ്വാലിറ്റി പ്രവർത്തിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് വീണ്ടും കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങുന്നത്. താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സജീവമായ പ്രവർത്തനം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ താൽക്കാലിക കാഷ്വാലിറ്റി സംവിധാനം സജ്ജീകരിക്കുന്നത്. എന്നോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺ ചേരുന്നുണ്ട്. എന്താണ് അരുൺ ഇത്തരമൊരു പ്രവർത്തനം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ? ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലുണ്ടായിട്ടുള്ള ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഡിവൈഎഫ്ഐയോട് പഴയ കാഷ്വാലിറ്റിയായ ഈ കാഷ്വാലിറ്റിയിലേക്ക് പുതിയ കാഷ്വാലിറ്റിയിൽ നിന്നും ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? ഇപ്പോൾ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള പുതിയ കാഷ്വാലിറ്റി സജ്ജീകരിക്കുന്നതിലുൾപ്പെടെ ആ കാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഈ കോഴിക്കോട് നഗരത്തിലെ പ്രവർത്തകരാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ആശുപത്രി അധികൃതർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ സന്നദ്ധ പ്രവർത്തനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റാൻ ആവശ്യമായ വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം AK ലതീഷ്.